السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد. സൃഷ്ടാവായ റബ്ബിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും സത്യവിശ്വാസികളെയും ഉണർത്തുകയാണ്, ബോധിപ്പിക്കുകയാണ്. ബഹുമാന്യരെ, നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് വണ്ടൂർ കോട്ടക്കുന്ന് കരുവാടൻ അബ്ദുൽ സത്താർ മകൻ എൻ്റെ പ്രിയ സുഹൃത്ത് ഉമർ മുഖ്താറിൻ്റെയും തൃപ്പനച്ചി മുത്തന്നൂർ MT ഹൗസ് നൂറുദ്ദീൻ MTയുടെ മകൾ ഫാത്തിമ ഹെന്നയും തമ്മിലുള്ള വിവാഹത്തിന് വേണ്ടിയാണ്. സ്വർണ്ണാഭരണമാണ് മഹറായി നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാഹു ഈ രണ്ട് കുട്ടികൾക്കും ഏറ്റവും മനോഹരമായ ഒരു ദാമ്പത്യം പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു അവരിലൂടെ അവർക്കും കുടുംബത്തിനും നാടിനും ഉമ്മത്തിനും ഉപകാരം ചെയ്യുന്ന സന്തതികളെയും സന്തതി പരമ്പരകളെയും പ്രദാനം ചെയ്യട്ടെ എന്നീ ഒരു സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാം. ഇനി ബാക്കിയുള്ള വെള്ളം നമുക്ക് കഴിഞ്ഞിട്ട് കൊടുക്കാം. ഞാൻ വെള്ളം കൊണ്ടേ സ്ത്രീകളെ ഭാഗത്താണ് ഞാൻ കുറച്ച് സമയം പറയുള്ളൂ, വളരെ ചെറിയ സമയം. ഇതുപോലത്തെ ഒരു സംസാരത്തിന്റെ ആവശ്യവും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ ഒത്തുകൂടേണ്ട സാഹചര്യമൊന്നും യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ ഒരു വിവാഹം അതിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമല്ല. അയലിനു നിക്കാഹ്, വിവാഹം പരസ്യപ്പെടുത്തണം എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ അത് ഓരോരുത്തരുടെയും സാമ്പത്തിക സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അതിന്റെ വിശാലതയും ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. ഇവിടെ നൂറുദ്ദീൻ സാഹിബ് ഉമർ മുഖ്താറിന്റെ കൈ പിടിച്ച് എന്റെ മോളെ ഞാൻ നിങ്ങൾക്ക് ഒരു സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ച് വിവാഹം ചെയ്ത് തന്നിരിക്കുന്നു എന്ന് പറയുന്നതോടുകൂടെ വിവാഹബന്ധായി. അതിന് വിവാഹ രജിസ്റ്റർ പോലും ആവശ്യമില്ല. വിവാഹ രജിസ്റ്റർ ഒരു സാമൂഹിക ക്രോഡീകരണത്തിന്റെയും ക്രമീകരണത്തിന്റെയും ഭാഗമായി നമ്മൾ ചെയ്യുന്നതാണ്. ആളുകൾക്ക് ഭയങ്കര പേടിയുള്ള കാര്യമാണ് വിവാഹ രജിസ്റ്റർ. ഭയങ്കര ഭയത്തോടു കൂടിയാണ് ചില ആൾക്കാർ. അതിന്റെ പേരിലൊക്കെ മാത്രം മഹല്ലും നിലപാടും തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന ആളുകളെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. സാധാരണ ഈ നിക്കാഹിന്റെ ഖുത്ബകളിലൊക്കെ നമ്മൾ എപ്പോഴും വളരെ പോസിറ്റീവായ കാര്യങ്ങൾ കൊണ്ടാണ് തുടങ്ങുക, സന്തോഷമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് തുടങ്ങുക. ഞാൻ ഇന്ന് അതിന്ന് കുറച്ച് വ്യത്യസ്തമായി ഒരു വിഷമം പറഞ്ഞു തുടങ്ങാം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത ദിവസം ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വിവാഹമോചിതകളായ കുറെ പെൺകുട്ടികൾ അവരുടെ ഒരു ഗെറ്റ് ടുഗദറാണ്. അവരെല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. വിവാഹ മോചനം അവർ ആഘോഷിക്കണം. സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നതിന്റെ വലിയ ആഘോഷ പ്രകടനങ്ങളാണ് കണ്ടത്. പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങൾ എടുക്കുമ്പോൾ, വാർത്തകൾ പരതുമ്പോൾ സ്വയം ജീവനൊടുക്കുന്ന കുറെ കുട്ടികളെ കാണാൻ കഴിയുന്നുണ്ട്. കുറെ ദുഃഖകരമായ വാർത്തകളും വിഷയങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് ഒരാശങ്കയായി പെൺകുട്ടികളുടെ ഉള്ളിലുണ്ട്.
കഴിപ്പിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് എന്താകും എന്നുള്ള പ്രശ്നമുണ്ട്. വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും കുറെ അധികം വിഷമങ്ങളുണ്ട്. ഞാനിവിടെ ഒരു 7 നിർദ്ദേശങ്ങളാണ് ഈ 2 മിനിറ്റ് എടുത്ത് പറയാൻ ശ്രമിക്കുന്നത്. ഏറ്റവും സ്വസ്ഥവും ശാന്തവുമായ ഒരു കുടുംബജീവിതത്തിന് ഇത്തരം ചില തത്വങ്ങൾ പാലിച്ചാൽ തീർച്ചയായും സന്തോഷകരമായ സംതൃപ്തകരമായ ഒരു കുടുംബജീവിതം കിട്ടും. ഇണയുടെ നിറത്തിലോ ഇണയുടെ നീളത്തിലോ ഇണയുടെ സാമ്പത്തികതയിലോ ഒന്നുമല്ല, മറിച്ച് വിവാഹത്തെ കുറിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ നടത്തിയ വളരെ ശ്രദ്ധേയമായ ഒരു പ്രയോഗമുണ്ട്. ഈ ആയത്തിന് 2-3 പാർട്ടുണ്ട്. ഒന്ന് ഒമിനായാതിഹി, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. ഇവിടെ ഹന്നയും ഉമറും തമ്മിൽ 2 ദിക്കിൽ 2ആയി ജീവിച്ചവർ, ഒരു ദിവസം പോലും ഏതെങ്കിലും വഴിയിൽ നിന്നോ റോട്ടിൽ നിന്നോ ആൽമര ചുവട്ടിൽ നിന്നോ കാണാത്തവർ, സംസാരിക്കാത്തവർ, ഒരു വാട്സാപ്പ് ചാറ്റിംഗിലും നടത്താത്തവർ, അവരിന്ന് കുടുംബവും സുഹൃത്തുക്കളും കൂട്ടുകാരും എല്ലാവരും ചേർത്ത് അവര് ഒന്നിച്ചാക്കുമ്പോൾ അവര് 2 പേരും ഭൂമിയിലെ മറ്റാരെക്കാളും ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറണം. അള്ളാഹു അങ്ങനത്തെ തൗഫീഖ് അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനെ ഖുർആൻ വമിനായാതിഹി, ദൃഷ്ടാന്തം എന്നാണ് അതിനെ കുറിച്ച് പറഞ്ഞത്. ഇതിന്റെ തൊട്ടു മുമ്പ് ഖുർആൻ നടത്തിയ പ്രയോഗങ്ങൾ സൂര്യനും ചന്ദ്രനും മാറുന്ന ദൃഷ്ടാന്തമാണെന്നാണ്. സൂര്യന്റെയും ചന്ദ്രന്റെയും രാപ്പകലിന്റെ വരവ് പോക്കുകൾ ദൃഷ്ടാന്തമാണെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ മറ്റൊരു പ്രയോഗം. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത് ലിതസ്കുനു ഇലൈഹ എന്നാണ്. അവർ 2 പേരും ഒന്നാകാൻ വേണ്ടിയാണ്, മനസ്സമാധാനത്തിന് വേണ്ടിയാണ്, മനഃശാന്തിക്ക് വേണ്ടിയാണ്, സുക്കൂന് കിട്ടാൻ വേണ്ടിയാണ്. വെറുതെ നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ട് ആലോചിക്കുക, ഖുർആൻ പറഞ്ഞ ആ മനസ്സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടോ? ഖുർആൻ പറഞ്ഞ ആ മനസ്സമാധാനം നമുക്ക് കിട്ടുന്നുണ്ടോ? പൂർണ്ണമായ സന്തോഷത്തിലാണോ? ഞാൻ പറയുന്നത് ജീവിതമാകുമ്പോൾ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും. ക്യാൻസർ വന്നിട്ട് നമുക്ക് വിഷമം ഉണ്ടാകാം, കിഡ്നി വന്നിട്ട് നമുക്ക് വിഷമം ഉണ്ടാകാം. പക്ഷെ ഒരാളെ കല്യാണം കഴിച്ചത് കൊണ്ട് ജീവിതം മുഴുവൻ ഇങ്ങനെ വിഷമം സഹിച്ച് ദുരന്തങ്ങൾ അനുഭവിച്ച് ദുരിതങ്ങൾ സഹിച്ച് ജീവിക്കുക എന്നുള്ള ഒരു സാഹചര്യം യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതില്ലല്ലോ. അതിന്റെ ആവശ്യം യഥാർത്ഥത്തിൽ ഇല്ല, ഒരു കാരണവശാലും ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്ലാം ഇതിൽ മുന്നോട്ട് വെക്കുന്ന വളരെ കൃത്യമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം, അത് വിവാഹം നടക്കുമ്പോൾ ചെയ്യേണ്ട കാര്യമാണ്, വിവാഹത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. അതെന്താ? ദീനി നിഷ്ഠയുള്ള ഒരാളെ ആകണം തിരഞ്ഞെടുക്കുന്നത്. തുൻകഹുൽ മർഅതു ലിഅർബഇൻ ലിമാലിഹാ വലിജമാലിഹാ വലിഹസബിഹാ വലിദീനിഹാ ഫദ്ഫർ ബിദാത്തിൻ ദീൻ. നമ്മുടെ നാട്ടിലെ ഏത് നിക്കാഹ് നടക്കണമെങ്കിലും അറബിയിൽ ഉസ്താദ് പറയുന്ന 3 മിനിറ്റിന്റെ അറബിയിലെ ഖുതുബയാണെങ്കിലും എവിടെയാണെങ്കിലും കേൾക്കുന്ന ഒരു ഹദീസാണ്. ഈ ഹദീസ് കേട്ട് 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 ഇതിന്റെ എല്ലാതരം സ്വാധീനങ്ങളും എവിടുന്നോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത് എന്നാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് വിവാഹം കഴിക്കുന്നത്. 1 ലിമാലിഹ വലിജമാലിഹ വലിഹസബിഹ വലിദീനിഹ. 1 സമ്പത്തിന് വേണ്ടിയാണ്, 2 തറവാടിന് വേണ്ടിയാണ്, 3 എന്താണ് ദീനിന് വേണ്ടിയാണ്, 4 സൗന്ദര്യത്തിന് വേണ്ടിയാണ്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും കല്യാണം നടക്കുന്നുണ്ട്. ചില ആളുകൾ ഈ ഹദീസിന് അർത്ഥം വെക്കുമ്പോ 4 കാര്യം കിട്ടാനാണ് കല്യാണം കഴിക്കുന്നത് വെക്കും. 1 പൈസക്കാണ്, ലിദീനിഹ പൈസ കിട്ടാനാണ്, ലിമാലിഹ 2 തറവാട് വേണം. അങ്ങനെയല്ല ഹദീസിന്റെ അർത്ഥം. തുൻകഹൂന, വിവാഹം നടക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ പിന്നെ പറഞ്ഞു ഫൗഫർ ബിദാത്തിൻ ദീൻ, നീ ദീനുള്ളത് തിരഞ്ഞെടുത്തോ. അപ്പൊ നീ എല്ലാ നിലക്കും രക്ഷപ്പെട്ടു, നിന്റെ കയ്യിൽ നിന്റെ ശരീരത്തിൽ മണ്ണ് പറ്റാതെ നീ രക്ഷപ്പെട്ടു എന്നാണ്. ദീനുള്ള ഒരാളെ കിട്ടിയ രക്ഷപ്പെട്ട സംശയമില്ല. അതുകൊണ്ട് തന്നെ പുരുഷനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും ഇദാ ഹതബയിലേക്കും മൻ തർളവന ദീനഹു വഖുലുഖഹു ഫസബ്ബിജു, നിങ്ങൾക്ക് ദീനുള്ള ഒരാളെ ഇദാ ഹതബയിലേക്കും നിങ്ങളുടെ അടുത്തേക്ക് ഒരു വിവാഹാന്വേഷണം വരികയാണ്. ആരാണ് ഒരാള്? മൻ തർളവന ദീനഹു വഖുലുഖഹു, ഒരാളെ ദീനിൽപ്പെട്ട തന്നെയാണ് ഖുലുഖ്, സ്വഭാവം. പക്ഷേ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു കൊടുത്ത് മാത്രം ഇസ്ലാം ദീനിന്റെ കൂടെ ഖുലുഖും കൂടി പറഞ്ഞു, സ്വഭാവം വേറെ തന്നെ എടുത്തു പറഞ്ഞു. ദീനിൽ പെടാത്തത് കൊണ്ടല്ല,
ഒരു മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത് അവന്റെ ദീനിന്റെ പാതിയാണ്. പക്ഷേ ദീനിൽ തൃപ്തിപ്പെട്ട, സ്വഭാവത്തിൽ തൃപ്തിപ്പെട്ട ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നു, അപ്പൊ നിങ്ങൾ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം. ജീവിക്കാനുള്ള വകുപ്പ് അവനുണ്ട്, അല്ലെ? പോറ്റാനുള്ള വകുപ്പ് അവനുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗമൊന്നുമില്ല, അവന്റെ അടുത്ത് ഭയങ്കര പൈസ കുത്തിമറിയണമൊന്നുമില്ല, അല്ലെ? മൂത്ത മരുമോന് കിട്ടിയത്ര പൈസ ഒന്നും ചിലപ്പോ ഉണ്ടാവില്ല. പക്ഷെ അവന്റെ അടുത്ത് ദീനുണ്ട്. ആ കുട്ടി ദീനുള്ള കൂട്ടി, പിന്നെ വീട്ടിലെ കുട്ടിയാണ് ആ പെൺകുട്ടി, അവൾക്ക് നല്ല സ്വഭാവമുണ്ട് എങ്കിൽ നിങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കണം. ഇല്ലെങ്കിലോ അല്ലെങ്കിൽ ഭൂമിയിൽ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാവും. ആ കുഴപ്പം ചിലപ്പോ നിങ്ങളെടുത്ത തീരുമാനം കൊണ്ട് നിങ്ങളെയും ബാധിക്കും, നിങ്ങളെടുത്ത തീരുമാനം കൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ കുട്ടിയെയും ഒക്കെ ബാധിക്കും. ഇത്ര കൃത്യമായി ഇസ്ലാം പറഞ്ഞൊരു വിഷയമാണ്. ദീനാണ് ആദ്യത്തെ പോയിന്റ് എന്നുള്ളത്. പക്ഷെ സത്യസന്ധമായി വിവാഹം നടത്തിക്കൊടുത്ത മാതാപിതാക്കൾ ആലോചിക്കുക, നമുക്ക് നമ്മുടെ ആദ്യത്തെ പരിഗണന ദീന് തന്നെയാണോ? ആണെങ്കിൽ നിങ്ങളുടെ കുട്ടി ഇപ്പൊ സേഫ് ആയിരിക്കും. നിങ്ങൾ ആൺകുട്ടിയെ തെരഞ്ഞെടുത്തപ്പോഴും പെൺകുട്ടിയെ തെരഞ്ഞെടുത്തപ്പോഴും ദീനായിരുന്നു, സ്വഭാവമായിരുന്നു ആദ്യത്തെ പരിഗണനയെങ്കിൽ, പുറത്തു വേറൊന്ന് പറയുകയും ഉള്ളിൽ വേറൊന്ന് ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പടച്ചോനും റസൂലും പറഞ്ഞതുപോലെയാണെങ്കിൽ നിങ്ങൾ സേഫ് ആയിരിക്കും, ഒരു സംശയമില്ല. ചിലപ്പോ മോൾക്ക് അരപ്പട്ടിണി ആയിരിക്കും സംഭവം, പക്ഷെ ബെഡ്റൂമിൽ അവൾ ഓക്കെ ആയിരിക്കും, ജീവിതത്തിൽ അവൾ ഓക്കെ ആയിരിക്കും. നിങ്ങളെ വീട്ടിൽ നിന്ന് കിട്ടുന്നത് പോലെ എല്ലാ ദിവസവും മീൻ ഇറച്ചൊന്നും കിട്ടുന്നുണ്ടാവില്ല, പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന മീനിനെക്കാളും ഇറച്ചിയെക്കാളും ആനന്ദത്തിൽ, ആഘോഷത്തിൽ അവൾ ജീവിക്കുന്നുണ്ടാവും. ഞാൻ ഇതേപോലത്തെ കല്യാണ സദസ്സുകളിലൊക്കെ എന്റെ ഒരു പ്രിയ സുഹൃത്തിനെ പറയാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ, വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അപസ്മാരം ബാധിച്ചു. വെറുതെ ചിന്തിച്ചു നോക്കി, ആദ്യ രാത്രി തന്റെ ഭാര്യയെ തൊടും മുമ്പ് അപസ്മാരം ബാധിക്കണം. അപസ്മാര ബാധിതയായ തന്റെ ഭാര്യയെ ആ അപസ്മാരത്തിന്റെ അപശബ്ദങ്ങൾ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അയാള് ഫാനൊക്കെ ഇട്ടു. പണ്ടാണ് വലിയ ടൈപ്പർ കാർഡ് ഓൺ ചെയ്ത് വെച്ചു. അതിൽ നുണർന്നെണീറ്റ കോള് പറഞ്ഞു, നിങ്ങളോട് പറയണമെന്ന്, എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ട്, നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, പക്ഷേ അവര് പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒഴിവാക്കരുത്. അപ്പൊ അയാളുടെ ഉള്ളിലെ ദീൻ അവിടെ വർക്ക് ചെയ്യണം. ഇതാണ് ദീൻ അറിയുന്നത് കേട്ടോ, ഇതാണ് ദീൻ അറിയുന്നത്. അയാള് എന്നോട് പറഞ്ഞെന്തറിയോ, ഞാൻ അവളെ ചേർത്ത് പിടിച്ച് ആദ്യത്തെ ഉമ്മ കൊടുത്ത് ഞാൻ അവളോട് പറഞ്ഞ കാര്യം, എടി സാറില്ല, അള്ളാഹുവിന്റെ റസൂൽ സ്വർഗത്തിലാണെന്ന് പറഞ്ഞ അസുഖം നിനക്ക്, സ്വർഗത്തിലാണെന്ന് പറഞ്ഞ അസുഖം നിനക്ക്. എന്താ, റസൂലുള്ളാഹിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു, ഇംറാത്തുൻ സൗദ, ഒരു കറുത്ത സ്ത്രീ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇനി എനിക്ക് അപസ്മാരം ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് എന്റെ വസ്ത്രം പോണുണ്ട് എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഈ രോഗം നീ ക്ഷമിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടുന്ന രോഗം. എന്താ അങ്ങനെ പറയാൻ കാരണം? അങ്ങനെ പറയാൻ കാരണം നബിന്റെ അടുത്തേക്ക് എല്ലാവർക്കും ചെല്ലാൻ പറ്റില്ല. ഈ രോഗം അതോടുള്ള അവസാനിക്കണില്ല, ലോകത്തിന് ഈ രോഗം വരും. ഈ രോഗമുള്ള എല്ലാ ആളുകൾക്കുള്ള മനഃശാന്തിയാണ് പ്രവാചകൻ കൊടുക്കുന്നത്. ഇത് സ്വർഗം കിട്ടുന്ന അസുഖമാണ്, ഇതിപ്പോ സ്വബറാക്കിയ സ്വർഗം കിട്ടും. കുറുക്കുവഴിക്ക് പോകരുത്. ഈ രോഗം മാറാൻ വേണ്ടി അവിടെയും ഇവിടെയും പോയി വേണ്ടാത്തതൊക്കെ ചെയ്തു വെച്ച് ഇസ്ലാം പറയുന്ന അടിസ്ഥാനങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകരുത്. അവര് ചെയ്തതാണ് ഇവര് ചെയ്തതാണെന്ന് പലയിടത്തും കൊണ്ടേ പലതും കുഴിച്ചിടലും കെട്ടലും ഏർപ്പാടിലേക്ക് പോകരുത്. സ്വബറാക്കണം. പഠിച്ചോണ്ടെന്ന അസുഖാണ്. സ്വർഗം ഉണ്ട് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ അസുഖാണ്. എന്നാൽ സ്വബറാക്കിയാൽ സ്വർഗം കിട്ടും. ഇത് അള്ളാഹുവിന്റെ റസൂലാണ് പറയുന്നത്. അപ്പൊ ആ സ്ത്രീക്ക് പിന്നെ വേറൊന്നും വേണ്ട, എനിക്ക് രോഗം മാറണ്ട, എനിക്ക് എന്റെ രോഗത്തിന്റെ സമയത്ത് വസ്ത്രം പോണ അവസ്ഥ മാറി കിട്ടിയാൽ മതി. റസൂൽ പ്രാർത്ഥിച്ചു. ആ സ്ത്രീ തിരിച്ചുപോയി. ഇയാൾ പറയാം, ഞാന് നിനക്ക് ഈ അസുഖമുള്ളതുകൊണ്ട് നിന്നെ ഞാൻ നേരെ നോക്കിയാൽ പോരെ, എനിക്ക് കിട്ടില്ല സ്വർഗം. ഇതാണ് വിഷയം. നമ്മളെ രക്ഷിതാക്കൾക്കും കാരണന്മാർക്കും ബാക്കിയുള്ളവർക്കും പെണ്ണന്വേഷിക്കുമ്പോ പലപ്പോഴും അതൊരു നോക്കാൻ കയ്യലില്ല. വല്ലാതെ തറവാടും ഗോത്രമഹിമയ്ക്കാണ് നോക്കുക. ബാർബറാണെങ്കിൽ നമ്മൾ കെട്ടിച്ചെടുക്കൂല, പുതുമുസ്ലിമാണെങ്കിൽ നമ്മൾ കെട്ടിച്ചെടുക്കൂല, അല്ലേ? അല്ലെങ്കിൽ നമ്മളെ ഗോത്ര പരമ്പരയിൽ എവിടെയോ ഓന്റെ വാപ്പാന്റെ വാപ്പാന്റെ വാപ്പ ഇവിടുത്തെ വീട്ടു ജോലിക്കാരനായിരുന്നു, ഉമ്മ പ്രസവെടുക്കാൻ വന്നതായിരുന്നു. ഇതൊക്കെ നമ്മുടെ അയബ് പറയാം. വിവാഹത്തിന്റെ ആനന്ദം ഇരിക്കുന്നത് ഹൃദയത്തിന്റെ ഉള്ളിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വാതിൽ അടക്കുന്നതോടുകൂടെ എല്ലാവരും പോകും, ചെമ്പും ബിരിയാണിയും പരിപാടിയൊക്കെ തീരും. വാതിൽ അടക്കുന്നതോടുകൂടെ ആരംഭിക്കുന്ന ഒരു ജീവിതമുണ്ട്. അവിടെ സുഖം കിട്ടണമെങ്കിൽ
സെലക്ഷനിൽ ഒന്നാമത്തെ പോയിന്റ് ദീനായിരിക്കണം. ഇതിന്റെ അർത്ഥം സൗന്ദര്യം ഒട്ടും നോക്കണ്ടെന്നോ കുടുംബ ചേർച്ച ഒട്ടും നോക്കണ്ടെന്നോ ഒന്നുമല്ല. മറിച്ച് എല്ലാറ്റിനെയും അട്ടിമറിച്ച് ദീനുണ്ടായിരിക്കെ ബാക്കി അതിനൊക്കെ അട്ടിമറിച്ച് ഇത് തീരുമാനാക്കുന്നിടത്താണ് പ്രശ്നം. അതുകൊണ്ട് ചുരുക്കി പറയാം, ഒന്നാമത്തെ കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം എവിടെയെന്നറിയോ? രണ്ടാമത്തെ കാര്യം ബാധ്യതയെ കുറിച്ച ബോധ്യമാണ്. ഭർത്താവിനും ഭാര്യയ്ക്കും അവരുടെ റോൾ എന്താണെന്നുള്ള ബോധ്യം ഉണ്ടാകണം. ഇന്നത്തെ തലമുറയിൽ ഇത് ഭയങ്കര കുറവാണ്. നമ്മുടെ ലേഡീസ് ബ്ലോഗർമാരും ഇന്നത്തെ സിനിമകളും ഫിലിമുകളും ഒക്കെ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം പെണ്ണ് ഭയങ്കര അരക്ഷിതാവസ്ഥയിലാണ്, ഭയങ്കര പ്രശ്നത്തിലാണെന്നുള്ള വലിയൊരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമ്പയിനിന് വളരെ കൃത്യമായ കാരണമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന കൂട്ടായ്മ കഴിഞ്ഞ 5 വർഷമായി അത് അതിശക്തമായി സമൂഹത്തോട് പറയുന്നുണ്ട്. ആ എപ്പിസോഡുകളിൽ അവസാനത്തേതായിരുന്നു സൂംബ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യം. ഉടനെ ഒരു ദിവസം പറഞ്ഞതല്ല, കഴിഞ്ഞ 5 വർഷമായി തുടർച്ചയായി നടത്തിയ ക്യാമ്പയിനാണ്. നിങ്ങൾ വിസ്റ്റേൺ ഗ്ലോബൽ TV, വിസ്റ്റേൺ ഡയലോഗ് TV എന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാൻ റെഫറൻസ് മാത്രം പറയാം. എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ. ഈ ലോകത്തെ വിദ്യാഭ്യാസ രംഗത്തെ രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ചോക്ക് മുതൽ അധ്യാപകന്റെ സാലറി വരെ $17 ബില്യൺ ആണ് പെർ ഇയർ എങ്കിൽ, ഓരോ വർഷവുമെങ്കിൽ $17 ബില്യൺ ആണെങ്കിൽ ഇവിടുത്തെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ വിറ്റുവരവ് എന്ന് പറയുന്നത് $500+ ബില്യൺ ആണ്. $500 ബില്യൺ ചുണ്ട് തോൽപ്പിക്കാനും മുഖത്ത് തേക്കാനുള്ള സാധനം വാങ്ങുന്നുണ്ട്. ഇസ്ലാം ശക്തമായി സ്ത്രീകളുടെ വേഷവിധാനത്തെ കുറിച്ച് പറയുന്നുണ്ട്. ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് സ്ത്രീകളാണ്. അപ്പോ ഒരു സ്ത്രീ ഈ രംഗം വിട്ടാൽ ഉണ്ടായ പ്രശ്നം അറിയാലോ. കൊറോണ വന്നപ്പോ മാസ്ക് ഒന്ന് ഇട്ടപ്പോ, ജസ്റ്റ് മാസ്ക് ഒന്ന് ധരിച്ചപ്പോ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടായത് 40% പിന്നെ കച്ചവടത്തിന്റെ കുറവാണ്. അങ്ങനെയെങ്കിൽ ഒരു പെണ്ണ് ഫുള്ള് ഹിജാബ് ധരിക്കുന്നതോടുകൂടെ ഉണ്ടാകുന്ന നഷ്ടത്തിലായിരിക്കും. ഇസ്ലാമിനെ ശക്തമായി വിമർശിക്കാനും പെണ്ണിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാനും ഇങ്ങനെ കുറെ കാരണങ്ങളുണ്ട്. അത് സഹോദരിമാർ ഓർക്കണം. അതുകൊണ്ട് തന്നെ ബാധ്യതയെ കുറിച്ച് ബോധ്യം എന്താ? ഒറ്റ ഹദീസ് വായിച്ചാൽ മതി. ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് സുജൂദ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ, പെണ്ണിനോട് ഞാൻ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ പറയായിരുന്നു. പടച്ചോന് മാത്രം അവകാശപ്പെട്ടതാണ് സുജൂദും റുക്കുവും പ്രാർത്ഥനയും ഇസ്തിഗാസയും നേർച്ചയും തവക്കുലൊക്കെ. ആർക്ക് മാത്രം പറഞ്ഞതാ? പടച്ചോന് മാത്രം പറഞ്ഞതാ, പടപ്പുകൾക്കുള്ളതല്ല. ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ഭാര്യ ഭർത്താവിന് മുമ്പ് പോയി 2 സുജൂദ് ചെയ്യാൻ ഞാൻ പറയുന്ന അത്രയും കടപ്പെട്ടവളാണ് യഥാർത്ഥത്തിൽ ഒരു പെണ്ണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് കാര്യങ്ങൾ ചെയ്യണമെന്ന ആണിനെ സംബന്ധിച്ചിടത്തോളം ഇതാ നീ ഭക്ഷണം കഴിച്ച അവൾക്ക് നീ ഭക്ഷണം കൊടുക്കണം. നീ വസ്ത്രം ധരിച്ച അവൾക്കും നീ വസ്ത്രം കൊടുക്കണം. അവളെ മുഖത്തടിക്കരുത്. അവളോട് മോശമായി പെരുമാറരുത്. വീട്ടിലല്ലാതെ അവളെ തനിച്ചാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ആൾക്കൂട്ടത്തിൽ അവളെ ഒറ്റക്കാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. എന്താ, നല്ല കുഴിമന്തി മലകൊത്തൊക്കെ അടിച്ചിട്ട് പല്ലിക്കുത്തിയിട്ട് മണപ്പിച്ച് ഇങ്ങനെ വരിക. ഇവിടെ രാവിലെ വാങ്ങിയ 1 കിലോ മീനുണ്ട്, വീട്ടിലെ 8 ആൾ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ആ പരിപാടി പറ്റില്ല. മദീനയിൽ നിന്ന് മുത്ത് റസൂലുള്ളാഹി പണ്ട് പഠിപ്പിച്ച മസലയാണിത്. ഹോട്ടലിലാണ് കയറുമ്പോൾ ഓർമ്മ ഉണ്ടാവും എന്റെ കുട്ടികളുടെ കാര്യമൊക്കെ. അപ്പൊ എല്ലാരും കൂടി എടുത്തിട്ട് ഒന്നും പോവും. മനസ്സിലായില്ലേ? നല്ല ബ്രാൻഡഡ് വസ്ത്രവും അയാൾക്ക് വാങ്ങുന്നതിന് പ്രശ്നമില്ല. അവൾക്കൊരു വസ്ത്രം വാങ്ങുന്നിടത്ത് 100 നിയമോ നിബന്ധനയും ഇല്ല. ഇസ്ലാം ഇതിലൊക്കെ ശക്തമായ നിയമങ്ങളും തത്വങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാളും വരുമാനമുണ്ട്. എനിക്കും എന്റെ ഭാര്യക്കും വരുമാനം ഉണ്ടെങ്കിൽ വിചാരിക്കുക. ഞാൻ എന്റെ ഭാര്യ തെങ്ങുതോട്ടത്തിൽ പോയി തെങ്ങുതോട്ടത്തിൽ പോയി തേങ്ങയൊക്കെ പറിച്ചു കൊണ്ടുവന്നു കേട്ടോ. ഒരു 10,000 തേങ്ങ വിറ്റിട്ട് ആ പൈസയും കൊണ്ട് ഞാൻ ഇങ്ങനെ റബ്ബർ ബാൻഡിലാക്കിയിട്ട് കൊണ്ടുവന്ന് കൊടുക്കണം. അവളോട് പറയാം, പിന്നെ നിങ്ങൾ വരുമ്പോ നമ്മളെ മിക്സി കേടുവന്നു അത് നേരാക്കി കൊണ്ടുവരണം പറഞ്ഞാൽ അതിന്റെ പൈസ എനിക്ക് എടുക്കാൻ പറ്റില്ല. അവള് തന്നെടുക്കാം. പെണ്ണുങ്ങൾ ചിന്തിക്കും ഞമ്മക്ക് എന്തേപ്പോ ഓഹരിയിൽ പകുതിയും അല്ലെ, ഓഹരിയിൽ ആണിനുള്ള ഓഹരി എന്തേ അമ്മക്ക് കിട്ടാനൊക്കെ. വാപ്പാനെ ഞാനാ നല്ല നോക്കിയെന്നൊക്കെ ചിലപ്പോ വിചാരിക്കണ്ടാവും. നിങ്ങളുടെ പൈസ എന്നത് നീക്കിയിരിപ്പ് സ്വത്താണ്. നിങ്ങൾക്ക് സന്നദ്ധത ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ സ്വന്തം ഭർത്താവ് കഷ്ടപ്പെടുമ്പോ വിഷമിക്കുമ്പോ ഏറ്റവും ആദ്യത്തെ സ്വതക്ക കൊടുക്കേണ്ട അവിടെ തന്നെയാണ്. നിങ്ങൾ സ്വതക്ക കൊടുക്കണ മനുഷ്യരെ കൊടുക്കണ്ടേ? എന്താ സംശയം?
നിങ്ങൾക്ക് സക്കാത്തിന്റെ മാനസികാവസ്ഥയോടെയാണ് കൊടുക്കേണ്ടത്. മനസ്സിലായില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ആ ബാധ്യതകൾ പരസ്പരം രണ്ടാളും മനസ്സിലാക്കുക. രണ്ടാൾക്കും കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് വീട്ടിൽ ശരിക്കും കൈകാര്യം ചെയ്ത ഈ വിഷയം ക്ലിയർ ആണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. രണ്ടാളും ഡ്യൂട്ടി തിരിച്ചറിഞ്ഞാൽ മതി. ആ ഡ്യൂട്ടി ഇസ്ലാമിനെ പോലെ ക്ലാരിറ്റിയിൽ പഠിപ്പിച്ച ഒരു മതവും ഇല്ല സുഹൃത്തുക്കളെ. ഇനി മൂന്നാമത്തെ കാര്യം എന്താ പറയുക? മൂന്നാമത്തെ കാര്യം പെരുമാറ്റമാണ്. പെരുമാറ്റം, ടോണാണ് നമ്മളൊക്കെ പ്രശ്നം. എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്. പക്ഷെ വർത്താനം പറയുമ്പോ വേണ്ടി ഫസ്റ്റ് ഇയർ കിട്ടുന്ന വർത്താനം പറയും അല്ലേ? വർത്താനം പറയുമ്പോ ഭയങ്കര ഒച്ചപ്പുള്ളിയേക്കാരം. പലപ്പോഴും വീടുകളിലെ പ്രശ്നം എന്താ? മിക്കവാറും വീടുകളിലെ കോമൺ പ്രശ്നം എന്ന് പറയുന്നത് സ്ഥിരമായിട്ടൊരു പ്രശ്നമായിരിക്കും. എന്താ? ഇന്ന സാധനം കൊണ്ടുവരാൻ പറയും ഭർത്താവിനോട്. അപ്പൊ പറയും ആ. പിന്നെ 20 വട്ടം പറഞ്ഞാലേ സാധനം കിട്ടുള്ളൂ അല്ലേ? 20 വട്ടം പറഞ്ഞാലേ സാധനം കിട്ടുള്ളൂ. ഇത് പറയുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്നത്, ഞാനൊരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് പോയി. അപ്പൊ ആ വീട്ടിലെ ഫാൻ ഇട്ടോടുകൂടെ ആ ഫാൻ ഇങ്ങനെ അടിക്കണം, ടക് ടക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിക്കുക. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ചു, ആ ഈ വീട്ടിലെ സ്ഥിരം അടിപ്പോ ഈ ഫാനും വയ്ക്കാറില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ നന്നായി അറിയുന്ന ഒരു സഹോദരിയാണ്. അവര് പറഞ്ഞേ, ഞാൻ ഇന്ന് നിങ്ങൾ വരുമ്പോ പറയണമെന്ന് വിചാരിച്ചാണ്. മൂപ്പരോട് നേരാക്കി തരാം. മൂപ്പരെന്താ വെച്ചാ ആ നാട്ടിലെ എല്ലാ വീട്ടിലും ഫാനും ഫ്രിഡ്ജൊക്കെ നേരാക്കുന്ന ഇലക്ട്രീഷ്യനാണ്. ഇവിടുത്തെ ആണുങ്ങളെ തനി ഗുണം മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ ഉദാഹരണം മതി. സത്യത്തിൽ എന്താ അറിയോ, ഇവിടെയൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ സ്വാതന്ത്ര്യം കൊടുത്ത് ഓരോരുത്തർ പൈസ കൊടുക്കുക വേണ്ടത്. ഈ എത്ര ഉറപ്പുണ്ട്, ഈ ആവശ്യം കൊണ്ട് ഓളം ശരിയാക്കിയിട്ടുണ്ട് പോകുന്നോന്ന് അറിയാം. പെണ്ണുങ്ങളും പ്രശ്നമാണ് അല്ലേ? ഈ മറ്റേ പുരുഷന്മാരെ പോക്കറ്റ് കാലിയാക്കണ മറ്റേ വേണ്ടി ഉണ്ടല്ലോ, സൂപ്പർ മാർക്കറ്റ് അർബാന. അതുകൊണ്ടായിട്ട് ഒന്നും ആലോചിക്കാതെ എടുക്കണേ. എന്നാൽ ദീനുള്ള ഒരു പെണ്ണാണെങ്കിൽ ഭർത്താവിന് കടം കുടുങ്ങിക്കൂടാൻ ഓർമ്മകളുണ്ട്. ഭർത്താവ് കടക്കാരനായി മരിച്ചാൽ മൂപ്പരെ അമലൊന്നും പഠിച്ചോലും എടുക്കൂല എന്ന് അറിയണോണ്ട് എന്ത് ചെയ്യുന്നല്ലോ, ഡ്രസ്സ് എടുക്കുമ്പോഴും സാധനം എടുക്കുമ്പോഴൊക്കെ കൃത്യമായിട്ട് ആ സ്റ്റിക്കർ വന്ന് നോക്കും, ആ പൈസന്റെ നോക്കും. അത് വേണ്ടാറ്. ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തണം. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. സ്ത്രീകളോട് നിങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്. ഫൈനക്കും അഖൽതുമുഹുന്ന ബിയമാനില്ല, അള്ളാഹുവിനോടുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ അവരെ യഥാർത്ഥത്തിൽ ഏറ്റെടുത്തത്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ വാക്കുകൊണ്ടാണ്, ബിസ്മില്ല കൊണ്ടാണ് അവരുടെ ലൈംഗിക അവയവം നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവാദമാക്കി തന്നത്. അതുകൊണ്ട് നിങ്ങളുടെ പെണ്ണിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ശരിക്കും നിർവഹിക്കണം. ഖിയാറുക്കും നിസായിക്കും, നിങ്ങളുടെ കൂട്ടത്തിലെ മാന്യൻ പെണ്ണിനോട് മര്യാദയ്ക്ക് പെരുമാറുന്നതാണ്. അയലോക്കക്കാരോടൊക്കെ നമ്മൾ പീസ് റേഡിയോ എന്നുള്ള സംവിധാനം നടത്തുന്നുണ്ട്. പീസ് റേഡിയോ ഇങ്ങനത്തെ കുടുംബ വിഷയങ്ങളൊക്കെ ധാരാളം ചർച്ച ചെയ്യുന്ന ഇഷ്ടംപോലെ സ്പീച്ചുകളൊക്കെ അതിൽ കിട്ടും. ഉമർ ആ ഒരു സംവിധാനത്തിലാണ് അദ്ദേഹത്തിന്റെ ജോലി. അവിടെയാണ് ഉമർ വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഇരിക്കുന്ന എന്റെ സുഹൃത്തുക്കളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോ ആളറിയാതെ മെസ്സേജ് അയക്കാൻ പറ്റുന്നതുകൊണ്ട് സ്ത്രീകൾ മെസ്സേജ് അയക്കും. ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഡേ ഞങ്ങളെ യൂട്യൂബ് ചാനലിൽ ആ വിഷയത്തോട് നമ്മൾ നടത്തിയ പ്രതികരണത്തിന്റെ വീഡിയോ കിടക്കുന്നുണ്ട്. ആ സ്ത്രീ എഴുതിയെന്നാലും അയലോകത്തുള്ള സ്ത്രീകളോടൊക്കെ എന്റെ ഭർത്താവ് നല്ലവർക്ക് പെരുമാറും, എന്നോട് നല്ലവർക്ക് പെരുമാറില്ല. ഞാനൊന്ന് സംസാരിക്കാൻ ചെന്ന മുമ്പ് നേരെ ഫോണിൽ ഇങ്ങനെ തോണ്ടിയിരിക്കും. അപ്പൊ ഒരു പെണ്ണിങ്ങനെ സ്നേഹത്തിന് വേണ്ടി കെഞ്ചി നടക്കണം, യാചിച്ച് നടക്കണം. പല ആളുകളുടെ ഉറപ്പെന്തായാലും ഓള് പോകൂല എന്നുള്ള ഉറപ്പാ. കാരണം കെട്ടിക്കാൻ 3 പെൺകുട്ടികൾ അവിടെ ഉണ്ട് എന്നുള്ള ഉറപ്പാ അല്ലെ? വയസ്സായ വാപ്പ രോഗിയാണെന്നുള്ള ഉറപ്പാ. ഒരു സഹോദരി വാപ്പ മരിച്ചുടനെ ഭർത്താവിനോട് സലാം പറഞ്ഞ് ഇറങ്ങി. എനിക്കറിയാം അതിന്റെ ഇടയ്ക്ക് മസ്ലഹത്തിന് ഇരുന്ന ആളെന്നുള്ളത് എനിക്കറിയാം. എന്നോട് അവർ പറഞ്ഞോ, 11 കൊല്ലം ഞാൻ സഹിച്ചു. ഞാൻ തൊലാക്കാകുന്നത് എന്റെ വാപ്പ കാണരുതേ എന്ന് വിചാരിച്ച ഞാൻ കാത്തിരുന്നത്. വാപ്പ മരിച്ചപ്പോൾ ഉള്ളിൽ കനക്കുന്ന സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഉള്ളിൽ എനിക്ക് ഒരാശ്വാസം തോന്നിയത് ഈ കെണിയിൽ നിന്ന് കഴിച്ചിലാകാതെ പഠിച്ചവനെ എന്നുള്ളതാ. എന്റെ അനിയനെ നല്ലോണം സപ്പോർട്ട് ചെയ്യും, അനിയന്റെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യും. അവൾ എന്നോട് എല്ലായ്പ്പോഴും പറയും, നിങ്ങള് ജീവന്റെ ഭീഷണി അവിടെ വെക്കണ്ട, എന്നെ കൊണ്ട് നിങ്ങൾ കുടുംബത്താക്കാം, എന്നെ കൊണ്ട് നിങ്ങൾ ഇത് ഇമോഷണൽ ആകുന്നതാരും. എത്രയോ കുട്ടികൾക്ക് തിരിച്ചു പോകാൻ പറ്റാത്തത് ആങ്ങളെയും ഭാര്യയും, അല്ലെങ്കിൽ അവിടെ വന്ന കുടുംബിനി, ആ ആങ്ങളന്റെ ഭാര്യ, അവരെ ബേജാറായിട്ടാ. ഈ ഇരിക്കണവർക്കൊക്കെ ഉണ്ട് അങ്ങനത്തെ അവസ്ഥ. നിങ്ങളൊക്കെ ഒരാളുടെ കീഴിലെ ഭാര്യയാണ്. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വളരുന്ന, നിങ്ങൾ താമസിക്കുന്ന ഈ വീട്ടിൽ അമ്മായിന്റെ അമ്മോശന്റെ മക്കളായി ജീവിച്ച പെൺകുട്ടികൾ പലയിടത്തും ജീവിക്കുന്നുണ്ട്. അവരെടുത്ത് നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാൻ പറ്റണം. ഈ ഡോർ നിങ്ങൾക്ക് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് എപ്പോഴും വരാം.
നിങ്ങൾക്ക് എപ്പോഴും വരാമെന്ന ആ ഹൃദയ ബന്ധത്തിലേക്ക് എത്തുമ്പോ ഒരാളും കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഈ കുനിഷ്ടം കൊണ്ട് ഒരിക്കലും ഖബർ വരെ എത്തൂല. അൽഹാഖും മുത്തക്കാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറിൽ എത്തുന്നത് വരെ ഉണ്ടാകുള്ളൂ. നമ്മുടെ പ്രശ്നം എന്താണ്? നിസ്കാരത്തിൽ ഓതുന്ന സൂറത്താണ് ഇതൊക്കെ. നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തിന്റെ അർത്ഥം വരെ നമുക്ക് അറിയില്ല. അതുകൊണ്ട് ഇതിന്റെ ഒന്നും ഒരു സ്വാധീനം യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവില്ല. അതുകൊണ്ട് ശരിയായ ഒരു ടോണിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? നമ്മളെ കഴിഞ്ഞ ദിവസം കാഴ്ച പരിമിതരുടെ ഒരു യോഗം ഉണ്ടായി. വിശ്വം സംഘടിപ്പിക്കുന്ന വിശ്വ യൂത്തിന്റെ തിരൂരിൽ നടന്ന പരിപാടിയാണ്. അപ്പൊ കാഴ്ച പരിമിതരുടെ മീറ്റിംഗിൽ ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു, എന്ത് നിങ്ങൾ വളരെ സ്നേഹപൂർവ്വം പെരുമാറണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ, എന്റെ സംസാരം കഴിഞ്ഞ ഉടനെ മുന്നിലൊരു കാരണവർ എണീറ്റിട്ട് എടീ ഇജ്ജ് വാ ഞാൻ മുന്നിലുണ്ട് പറഞ്ഞു. കാരണം അവർക്ക് രണ്ടാൾക്കും കാണൂല. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വിളിക്കട്ടെ, ആ എടീ എന്നുള്ള വിളിയിൽ എന്തൊരു സ്നേഹമുണ്ട് പറയും. ഞാൻ അതിന്റെ കൂടെ ഒരു വാക്കൂടെ കുട്ടി കൊടുത്താ പിന്നേന്നോ കുഞ്ഞേന്നോ, ഞാൻ പറഞ്ഞു ഞാൻ എന്റെ പറഞ്ഞു കുഞ്ഞേന്ന് വിളിക്കല്. ഞാൻ അവളെ അങ്ങനെ വിളിച്ച ഓളിന്റെ കയ്യിലുണ്ട് ഒതുക്കും പറഞ്ഞാൽ കേട്ടോ. ഇത് പലപ്പോഴും ഇല്ല, നമ്മള് ഭർത്താവിനെ വിളിക്കുന്ന മനസ്സാ, അല്ലേ? മനസ്സാ അങ്ങനെ വിളിക്കാം. എന്താ നമുക്ക് സ്നേഹപൂർവ്വം വിളിച്ചൂടെ? ഇനി ഈ സ്നേഹം എപ്പോഴാ തെളിയരോ? രണ്ടിലൊരാൾ മരിക്കും, എന്നിട്ട് ഒരു ആംബുലൻസ് അധികം ബഹളം ഉണ്ടാക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്തെത്തും. അതിൽ നിന്ന് ആ മൃതശരീരം കൊണ്ട് പുറത്തേക്ക് എടുക്കും. ആരുടെയൊക്കെയോ തോളിൽ തൂങ്ങി അവിടെ ഇങ്ങനെ ചെല്ലും. ചെന്നിട്ട് തണുത്തുറഞ്ഞ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്ത് തിരിച്ച് റൂമിലേക്ക് വരും. റൂമിലേക്ക് വരുമ്പോ ഈ സ്ത്രീക്ക് ധൈര്യം കൊടുക്കേണ്ടവരൊക്കെ അടുത്തിരുന്ന് പറഞ്ഞ കാര്യം, എടീച്ച് എന്താ എന്റെ കുട്ടികളെ കൊണ്ട് കാട്ടുമെന്ന് ചോദിക്കും. നമ്മളിപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്യുന്ന പണിയാ പറയണേ, അല്ലേ? ഭർത്താവാണെങ്കിൽ അവളില്ലാതെ ആദ്യ രാത്രി അവൾ ഉറങ്ങിയ തലയുടെ കരികിൽ അയാൾ ഉറങ്ങും. അപ്പൊ മനസ്സിലാവും. അപ്പൊ ഒരുപാട് കുറ്റബോധം ഉണ്ടാവും. എനിക്കറിയാം, ഒരു മനുഷ്യൻ, അദ്ദേഹം ഭാര്യ മരിച്ചതിന് ശേഷം റൂമൊന്നും ഇറങ്ങണില്ല, റൂമ് തന്നെ ഇരിക്കണം. നേരെ നിസ്കരിക്കാൻ പോകും, വരും. 3-4 മക്കളുണ്ട് മുമ്പ്. അപ്പൊ ഒരു മോനെ, എന്റെ സുഹൃത്താണ്, നമ്മുടെ കൂട്ടായ്മയുമായി ബന്ധമുള്ള ഒരാളാണ്. അപ്പോ അങ്ങനെ വിളിച്ചു, നിങ്ങൾ ഒഴിവുണ്ടെങ്കിൽ ഒന്നും ഇവിടെ വന്ന സന്തോഷം വാപ്പാനെ കാണാൻ. ഞാൻ ചെന്നപ്പോ 3 പെൺകുട്ടികളും മുപ്പരടുത്ത് ഇങ്ങനെ ഇരിക്കണം. മുപ്പരടുത്ത് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാം. ഓലൊക്കെ പുറത്താക്കി വാതിലെ കുറ്റിട്ടിട്ട് എന്നോട് പറഞ്ഞു, മോലുവി ആരോടെങ്കിലും പറയാൻ പറ്റുമോ? അവസാനം ഉണ്ടായ സംഭവം ഞാൻ പറയാൻ പറയും. ഞാൻ വന്നു, ആ കൊലായ്മ എടുത്തു. ഞാൻ അവളോട് പറഞ്ഞു, ഒരു ഗ്ലാസ് ചായ എടുക്കുന്നത്. ഉച്ചക്ക് 2 മണിക്കാണ് ഞാൻ പറഞ്ഞത്. കഥ നിങ്ങൾക്ക് അറിയോ? അപ്പോൾ എന്നോട് ചോദിച്ചു, മനുഷ്യ ഞാൻ അവിടെ മീനും ചോറൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ പോരെ, നിങ്ങളത് തിന്നൂല. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ കേൾക്കാൻ എനിക്ക് നല്ല. അപ്പോൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതന്നെയല്ലേ ഞാൻ കേൾക്കല്. ഓട് പോയി ഞാൻ ചെന്ന് നോക്കുമ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കാണുന്നില്ല. ഞാൻ ദേഷ്യം പിടിച്ച് എന്താ അവള് ഒരു പാഠം പഠിപ്പിക്കണം നേരത്തെ ഞാൻ ചെന്ന് നോക്കുമ്പോ ഞാൻ കാണുന്നത് അവള് ഈ സിമെന്റ് തറയിൽ ഇങ്ങനെ, മാർബിൾ തറയിൽ ഇങ്ങനെ മരിച്ച് കിടക്കണതാണ് മോലി. ഇപ്പൊ എനിക്കൊക്കെ ഓർമ്മ വരികയാണ്. ഞാൻ അവിടെ ചീത്ത പറഞ്ഞതൊക്കെ ഞാൻ ഇരുന്ന് ഇസ്തിഗ്ഫാർ നടത്തുകയാണ്. എനിക്ക് വേറെ എന്താ ചെയ്യാൻ പറ്റുക? ഇത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന കാര്യം. മനസ്സിലായി? എന്റെ വളരെ അടുത്തൊരു സുഹൃത്ത് സ്ഥലം പറഞ്ഞപ്പോ മനസ്സിലായി പോകും. അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലെ ഇതിലിരിക്കുകയാണ്, ലോഞ്ചിൽ ഇരിക്കുക. 1.5 വയസ്സായി കുട്ടി. ഭാര്യ പെട്ടെന്ന് അബോധാവസ്ഥയിൽ ഒരു ദിവസമായി കിടക്കണ്. അപ്പൊ എന്നെ കണ്ടപ്പോ പൊട്ടിക്കരഞ്ഞു. ഞാൻ അതിലേറെ ഇമോഷണലായി. കാര്യം 1.5 വയസ്സായ കുട്ടിക്ക് കുപ്പിപ്പാലും കൊടുത്ത് അവനിങ്ങനെ അവിടെ ഇരിക്കണമെന്നുണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. മനസ്സിലായി? ഞാൻ ഇക്ക വെട്ടി കൊടുത്ത കുട്ടിയാണ്. ഞാൻ ഒന്നുകൂടെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, പിന്നെ ഞാൻ അവളോട് നല്ലൊന്ന് ദേഷ്യം പിടിച്ചു എന്റെ കുറച്ച് മുമ്പ്. അപ്പൊ അതിന്റെ ഒരു സങ്കടം എനിക്ക് സഹിക്കാൻ പറ്റും. മരിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല. ഒന്ന് എനിക്കൊരു അഫു ചോദിക്കാൻ ഒരു ഇടം വേണം. ഈ അവസ്ഥ ഉണ്ടാക്കും. ഈ ഞാൻ പറയണത് ഇത് പുതിയ കുട്ടികളൊന്നല്ല, എല്ലാവരുടെ പറയണേ, മൊത്തം പറയണേ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ കാര്യം ഡോക്ടറോട് പറഞ്ഞിരുന്നോ? ഇല്ല. അപ്പൊ അവിടുത്തെ ആറമോനെ ഞങ്ങൾ കണ്ടു. ആറമോനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നാണ്. അപ്പൊ ഒരെണ്ണ പിന്നെ അതായിരിക്കും, നമ്മള് വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല, അത് റിക്കവർ ചെയ്ത് വന്നോളൂ, ഒരു നല്ല സമയം എടുത്ത് റിക്കവർ ചെയ്ത് വന്നോളൂ കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ കേൾക്കണില്ല സഹോദരന്മാരെ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവും, പക്ഷെ ഞാൻ പറയണില്ല. പ്രവാചകൻ ഇതൊക്കെ ചെയ്തത്, ആയിഷ ബീവിനെ പ്രവാചകൻ കല്യാണം കഴിക്കുമ്പോ ഇസ്ലാം വിമർശകരുടെ വാർത്തകളിൽ നാം പ്രായം കിട്ടിയിട്ടുണ്ട്.
പ്രവാചകൻ ഇങ്ങനെ 19ന്റെ ആ മനോഹാരിതയിൽ നിൽക്കുമ്പോഴല്ല ഇതൊന്നും. പ്രവാചകൻ 45ഉം 50ഉം വയസ്സാകുമ്പോൾ കാണിച്ചിരുന്ന പ്രണയാണിത്. ഒരു ബാത്റൂമിൽ ഞങ്ങൾ കുളിക്കുമായിരുന്നു ആയിഷ ബീവി പറഞ്ഞു. പ്രവാചകൻ എന്റെ മടിയിൽ കിടക്കുമായിരുന്നു ആയിഷ ബീവി പറഞ്ഞു. ഞാൻ കഴിച്ച കോഴിയുടെ കഷ്ണത്തിന്റെ അതേ ഭാഗത്ത് പ്രവാചകൻ കടിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇത് വേണം. നമ്മുടെ വീട്ടിൽ കല്യാണം കഴിക്കാത്തൊരു ആളുണ്ടെങ്കിൽ ഈ ജാതി പ്രകടനങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്നാൽ അല്ലാത്ത കാലത്തോളം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പരമാവധി വിസിബിൾ ആയി തന്നെ വരുന്നതിന് കുഴപ്പമില്ല. കുട്ടികളൊക്കെ കാണണം നമ്മുടെ അവരുടെ സ്നേഹം, നമ്മൾ ഒന്നിച്ചിരിക്കുന്നതും തോളിൽ കൈയിടുന്നതും ഒക്കെ നമ്മളെ മക്കൾ കാണണം. അവരങ്ങനെ വളരട്ടെ. ഞങ്ങളെ വാപ്പിയും ഓക്കെയാണ് എന്നവർക്ക് മനസ്സിലാകണം. അവിടെ പോയ എന്തും പറയാം, എങ്ങനെയും ഇടപെടാം എന്നുള്ളത് ഉറപ്പ് വരണം. ഇനി 4ാമത്തെ കാര്യം, 3 കാര്യങ്ങൾ കൂടി 3 മിനിറ്റോട് വേഗം പറയാം. അതെന്താ? ആവശ്യമില്ലാതെ ഒക്കെ കൂടെ സഹിക്കണ്ട. എണ്ണി പറയാം. 1, ഒരു നാർസിസ്റ്റ് രീതി ഭർത്താവിനുണ്ട്, ഭാര്യക്കുണ്ട്. നാർസിസ്റ്റ് ഡിസോർഡർ എന്നുള്ളത് അങ്ങനെ മരുന്ന് പിടിച്ചാൽ മാറണമെന്നല്ല. അപ്പൊ അത് സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾക്ക് സഹിക്കണമെങ്കിൽ സഹിക്കാം. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് വോയിസ് എടുക്കാവുന്ന, മതപരമായിട്ട് വോയിസ് എടുക്കാവുന്ന കാര്യമാണ്. പക്ഷെ അത് കൃത്യമായി സൈക്കോളജിസ്റ്റ് അനലൈസ് ചെയ്തെത്തണം. ഞാൻ അത് കറക്റ്റ് പറയാം. കാരണം 100 കണക്കിന് കുടുംബങ്ങളുടെ വേദന പേറുന്ന കുടുംബങ്ങളുടെ അവസ്ഥ ഇവിടെ ഉണ്ട്. അപ്പൊ ഭർത്തൃജീവിതത്തിൽ കടന്ന് മക്കളൊക്കെ ആയാൽ പിന്നെ നമുക്ക് മക്കളെയൊക്കെ കൂടെ ജീവിക്കാം. അപ്പൊ നാർസിസ്റ്റ് പേഴ്സണാലിറ്റി അത് കൈകാര്യം ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയാൽ മതി. അയാളെ കൈകാര്യം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കുന്നത് ഒഴിവാക്കി പോകുമല്ലോ ഉണ്ട്. കല്യാണം കഴിഞ്ഞ് നമുക്ക് പെട്ടെന്ന് മനസ്സിലായി അല്ലെ, നമ്മളെ മക്കൾക്ക് ആൺകുട്ടിയേക്കും പെൺകുട്ടിയേക്കും ഓപ്പൺ ആയി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയാനുള്ള അന്തരീക്ഷം നമ്മുടെ വീട്ടിൽ വേണം. അത് വേറൊരു സംശയമല്ല. നമ്മളത് അങ്ങനെ ഒരു കാര്യം കിട്ടിയാൽ നമ്മളതിൽ മറുപടി പറയല്ല വേണ്ടത്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്ന ഒരാളോട് ചർച്ച ചെയ്തിട്ട് ഉത്തരം പറയണം. നോക്കൂ, നിങ്ങൾ ലഹരിയൊക്കെ മിക്കവാറും പെൺകുട്ടികൾ നേരത്തെ തന്നെ കാണും. കല്യാണത്തിന്റെ ആദ്യത്തെ ആഘോഷ നാളുകളിൽ ഭയങ്കര പ്രണയായിരിക്കും. ശബന്തിയാണ്, അഡ്ജസ്റ്റ് ചെയ്യും, പിന്നീട് അത് കയ്യിൽ നിന്ന് പോവുക. പ്രണയം അത് സഹിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമല്ല, അത് ഡിസ്കസ് ചെയ്യണം. അതേപോലെ നിഗൂഢമായ പല ബന്ധങ്ങൾ അല്ലെ, നിഗൂഢമായ പലതരം ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ സംശയരോഗം ഭാര്യമാരോടുള്ള ഈ സ്നേഹങ്ങൾ കൂടിയിട്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഞാൻ അതിനെ കുറിച്ചല്ല പറയുന്നത്. അഗാധമായ സ്നേഹം കൊണ്ട് ചിലപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യം വന്ന പെൺകുട്ടികളോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളെ മാതാപിതാക്കളോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അത് അറിയിക്കാനും ചർച്ച ചെയ്യാനും പരിഹരിക്കാനും സിസ്റ്റം ഇവിടെ ഉണ്ട്. ഒരു പ്രശ്നമല്ല. അത് സമുദായത്തിന് വേണ്ടി ആ ദൗത്യം നമ്മുടെയൊക്കെ കൂട്ടായ്മ ഭംഗിയായി നിർവഹിക്കുന്നുണ്ടെന്ന് സന്തോഷത്തോടെ പറയാൻ പറ്റും. 6ാമത്തെ കാര്യം, വിവാഹത്തിന്റെ ബർക്കത്ത് കളിയുടെ പരിപാടി ഒന്നും ഉണ്ടാകില്ല. ഇന്നിപ്പോ ഈ കല്യാണത്തെ നമുക്ക് അങ്ങനെ എടുക്കാം. ഞാൻ ഇന്നലെ വെറുതെ പറഞ്ഞോണ്ട് ചോദിച്ചു, ഉമറെ വേറെ ഒരുപാടൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചു. ഉമർ ചിരിച്ചു. അത് എനിക്കറിയാം, അറിഞ്ഞുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ 2 കുടുംബത്തിൽ ഏതെങ്കിലും ഒരു തലതിരിഞ്ഞ് എടുത്താൽ മതി. അവരെന്ത് ചെയ്യുന്ന ഓരോ പരിപാടി കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് റഹ്മത്തിന്റെ മലക്കളെ പറഞ്ഞേക്കുന്ന പരിപാടിയാണ് മഞ്ഞ കല്യാണം, പച്ച കല്യാണം അല്ലേ, എന്തെല്ലാം പരിപാടിയാ. സേവ് ദ ഡേറ്റ് അതൊന്നും ഇല്ലെങ്കിൽ, അതിന്റെ വീഡിയോ ഇട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് മതിയാവില്ല. പെൺകുട്ടിയേക്കാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പറയാണ്, കുടുംബ ജീവിതം അനുഭവിക്കേണ്ടത് നിങ്ങൾ മാത്രമാണ്. കുടുംബ ജീവിതത്തിലെ യഥാർത്ഥ പ്രണയം കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ ഭൂമിയിൽ അതിന് തുല്യായിട്ട് ഒന്നുമില്ല. അതിന് തുല്യായിട്ട് ഒന്നുമില്ല, ഉറപ്പാ. കണ്ടില്ല, 90 വയസ്സായ വാപ്പ ജീവിച്ചിരിക്കെ 80-കാരിയായ ഉമ്മ മരിച്ചു. അപ്പോ ആ ചെറുപ്പക്കാരനെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഉമ്മാന്റെ കാര്യത്തിൽ വാപ്പാന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, ഉമ്മ പോയതാണ്. അപ്പൊ അതിന്റെ മറുപടി വരും, അതത്ര ബാധിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവർ രണ്ടാളും സ്വതന്ത്രമായ 2 ജീവിതങ്ങളായിരുന്നു അല്ലേ. ഞാൻ പറഞ്ഞു, നിങ്ങളെ വാപ്പാനും ഉമ്മാനും നിങ്ങൾ ശരിക്കും പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഓരോ റൂമിലല്ലേ ഉറങ്ങണേ, അതെ, ഓരോ ബെഡിലല്ലേ ഉറങ്ങണേ, അതെ. എങ്കിൽ നിങ്ങളെ പിന്നെ എന്താ പറയാ, ഉപ്പാക്ക് നിങ്ങളെ ഉമ്മ കൊടുത്തൊരു ലോകമുണ്ട്. നിങ്ങളമ്മ 10 കൊല്ലം പാരലൈസ് ചെയ്ത് കിടന്നാൽ പോലും, കയ്യും കാലും അനക്കാൻ കഴിയാതെ കിടന്നാൽ പോലും കൊടുക്കുന്ന ഒരു ലോകമുണ്ട്. അത് നിങ്ങൾ മറക്കരുതെന്ന് അറിയാം. മനസ്സിലായില്ലേ? അത് മറക്കരുതെന്ന് പറഞ്ഞു. സത്യമാണ്. ഞാൻ അദ്ദേഹത്തെ സന്ദർശിച്ച് പറഞ്ഞു, മലവി പഠിച്ചവരോട് ചോദിച്ച ഒരു കാര്യം കിട്ടിയില്ല. എന്താ? മരിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, നിനക്കറിയാം. പക്ഷെ അവള് പോണതിന്റെ മുമ്പ് ഞാൻ പോണമെന്ന് പ്രാർത്ഥന കിട്ടിയില്ല. ഇനി വല്ലാത്ത അവസ്ഥയാണ്. വളരെ വയോധികനായ മനുഷ്യൻ, അയാളുടെ താടി നനയും ഇത് എന്റെ മുന്നിൽ കരഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു പ്രധാന കാര്യമാണ്.
ജീവിതത്തിൽ കിട്ടുന്ന റഹ്മത്തും ബർക്കത്തും അത് കിട്ടണമെങ്കിൽ ഈ സമുദായത്തിൽ പലതും നടക്കുന്നുണ്ട്. കുട്ടികളെ വേദിയിൽ കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ച് 3 ഫോട്ടോഗ്രാഫർമാരും 5 വീട് ഒക്കെ എടുത്തോളൂ കേട്ടോ. നിങ്ങളൊരു കച്ചവടമാണ് വിചാരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ റഹ്മത്തിന്റെ മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുന്ന ഇടം വേണമെങ്കിൽ സമുദായം ഇത് വലിച്ചെറിയണം. അല്ലെ, ഞങ്ങളാരും അങ്ങനത്തെ കുത്തുവെക്ക് പോകില്ല. അങ്ങനെ വല്ലതും കുത്തുക അങ്ങനെ നടക്കുന്നുണ്ടെന്ന് തോന്നിയ പച്ചക്ക് പറയും. ഒരു സംശയമല്ല. വളരെ സമുദായം അത് ബഹിഷ്കരിക്കണം എന്ന അഭിപ്രായമാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു വെക്കണം എന്നാണ് എന്റെ അഭിപ്രായം. എന്ത്, ഇത്തരം കാര്യങ്ങളുള്ള കല്യാണത്തിന് ക്ഷണിക്കരുത് എന്ന് സ്റ്റിക്കർ എഴുതി ഒട്ടിക്കണം. അത് ഒരു പ്രഖ്യാപനമായി, ഒരു പ്രസ്താവനയായി, ഒരു തീരുമാനമായി താഴത്തേക്ക് കൊടുക്കാത്ത എന്തുകൊണ്ടാലും ഇതൊക്കെ പക്വതയോടുകൂടെ കൈകാര്യം ചെയ്യാനുള്ള വളർച്ചയിലേക്ക് സമുദായം എത്തിയെന്ന് അറിയാത്തത് കൊണ്ടാണ്. പിന്നെ സോഷ്യൽ മീഡിയ ദാമ്പത്യങ്ങളല്ല നമ്മൾ നയിക്കേണ്ടത്. വിവാഹത്തിലേക്ക് എത്തുന്ന കുട്ടികളോട് പറയണം, അല്ലെ, വിവാഹത്തിലേക്ക് എത്തുന്ന കുട്ടികളോട് പറയണം, എന്താ, നമ്മള് റീലിൽ ഒന്നും കാണുന്നതല്ല യഥാർത്ഥ ജീവിതം. അതിന്റെ അപ്പുറത്ത് ജീവിതമുണ്ട്. അത് മാത്രമേ പറയുന്നുള്ളൂ. വിവാഹം ഒരു ചോയ്സ് അല്ല, വിവാഹം ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അത് ശരിയായ തവക്കുലാണ്. നമ്മളിങ്ങനെ വാപ്പിമൊക്കെ മരിച്ചുപോയി നമ്മൾ കാർക്കിച്ച് തുപ്പുന്ന കഫത്തിൽ ബ്ലഡിന്റെ കണ്ടന്റ് കാണുന്ന ഒരു രാത്രിയിൽ വിളിച്ചുണർത്തി, എന്റെ ബ്ലഡിൽ ഇങ്ങനെ ഞാൻ കണ്ടു എന്ന് പറയാൻ, ചേർത്ത് പിടിക്കാൻ ഇല്ലടി, അനക്കൊന്നും ഉണ്ടാവില്ല, നമുക്ക് ഡോക്ടറെ അടുത്ത് പോയി നോക്കാന്ന് പറയാൻ ഒരാൾ വേണം. അതില്ലാത്തിടത്തോളം കാലം ജീവിതത്തിന് അർത്ഥങ്ങൾ ഉണ്ടാവില്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നു ഞാൻ. ഇവിടെ ഇരിക്കുന്ന എല്ലാ രക്ഷിതാക്കളോടും വിവാഹപ്രായം എത്താത്ത നിങ്ങളുടെ കുട്ടികളൊക്കെ നമ്മൾ നടത്തുന്ന മഹബ്ബാങ്ങൾ വർക്ക്ഷോപ്പ് ഉണ്ട്. ഒരു ദിവസത്തെ ഫുൾ വർക്ക്ഷോപ്പാ. അതിൽ എന്താ ജീവിതം അവർക്ക് പറഞ്ഞു കൊടുക്കും. ചെറിയൊരു ഫീസൊക്കെ കൊടുത്ത് നടത്തുന്നതാണ്. ഇടയ്ക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ അതിന്റെ പരസ്യം ഉണ്ടാവും. പൈസ വാങ്ങുന്നത് കച്ചവടം എന്ന നിലക്കല്ല, അതിന്റെ ചെലവ് അവരിലൂടെ നിർവഹിക്കപ്പെടണം എന്നുള്ള നിലക്കാണ്. എല്ലാ ഞായറാഴ്ച 100 കണക്കിന് പരിപാടിയാണ്. അപ്പോ ഇതൊക്കെ നാട്ടുകാരുടെ കൈ വീട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതും അങ്ങനെ നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് അത് നടത്തുന്നത്. അതിൽ നിങ്ങളെ മക്കളൊക്കെ പങ്കെടുപ്പിക്കണം എന്നീ ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കണം. ഈ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രവാചകൻ നിക്കാഹ് കഴിഞ്ഞാല് ഒരു ഫാത്തിഹ ഓതി, ഒരു ആയത്തുൽ കുർസി ഓതി, അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കും ചെയ്യായിരുന്നു. റസൂൽ അതല്ല ചെയ്തത്. റസൂൽ ചെയ്തതെന്താ? ബാറക്കല്ലാഹു ലക വബാറക അലൈക വജമഅ ബൈനകുമാ ഫീ ഖൈർ എന്ന് പ്രാർത്ഥിച്ചു. അത് 3 വട്ടം പ്രാർത്ഥിച്ചു. അത് നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചായി, അതേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇതേപോലെ ഉമർ, അവർ രണ്ടുപേരും വീട് കൂടുന്ന ദിവസം തലയിൽ ഇങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. ഒരു വാക്കും കൂടി പറയാം, ഉമറിന് നിക്കാഹ് എന്ന് കഴിഞ്ഞുള്ളൂ. ഞാൻ ഉമറിനും എന്നെക്കും വേണ്ടി പറഞ്ഞല്ല, അവരുടെ കുടുംബങ്ങൾക്ക് അത് ബോധ്യമുണ്ട്. നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെ അവർ ജീവിക്കാൻ വിടണം. മാതാപിതാക്കൾ ആവശ്യമില്ലാത്ത കുട്ടികളുടെ ജീവിതത്തിൽ ഇടപെടരുത്. ഉമറിന്റെ കുടുംബത്തിൽ എനിക്കറിയാം, ഹന്നന്റെ കുടുംബത്തെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അന്നൊക്കെ അവരത് ചെയ്യൂലെന്നറിയാം. അവരെ ഒഴിവാക്കി തന്നെ പറയണേ. പലപ്പോഴുള്ള പ്രശ്നം എന്താ, മകളെ പോലെ മരുമോളെ കാണാൻ പറ്റിയ നിങ്ങൾക്കുള്ള ഗുണം തരും. മയ്യത്ത് നിസ്കരിക്കുമ്പോ പടക്കിട മനസ്സോടെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാവും. കാരണം അയലോകത്തൊക്കെ ഉള്ളത് ഈ മരുമോള് കണ്ട് അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളുണ്ടാവും. അത് സാധിക്കട്ടെ ഉമറിന്റെ ഉമ്മാക്ക് ഞാൻ വിചാരിക്കണം. അവർക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ കുടുംബത്തെ എനിക്ക് വളരെ നന്നായി അറിയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഹന്നനെ കെട്ടിച്ചു വിട്ടു. ഇനി ഉമ്മറാണ് ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത്. ഉമർ 4 മാസം കഴിഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുള്ളൂ. ഓരോരോ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ. ഒരു വീട് കൂട്ടണം എന്നാണ് എന്റെ അഭിപ്രായം. ശരിക്കും ഇസ്ലാമിലെ വലീമ എന്ന് പറയുന്നത് വീട് കൂടിന്റെ ശേഷമുള്ളതാണ്. രണ്ടാളും ഒരു ബെഡിൽ ഉറങ്ങിന്റെ ശേഷം കൊടുക്കണയാണ് വലീമന്റെ ഏറ്റവും അഫ്ളലായിട്ടുള്ളൂ. ഞെട്ടൊന്നും വേണ്ടേ, ആരും ഞെട്ടണ്ട കേട്ടോ. അവരെ ജീവിതമാണ്, അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചോട്ടെ. ഇങ്ങനത്തെ ചില തിരുത്തുകൾ സമുദായത്തിൽ ഉണ്ടാകണം. അതിന് ഈ വിവാഹവും ഈ അനുബന്ധങ്ങളും കാരണമാകട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുന്നു. ഞാൻ വിചാരിച്ചില്ല ഒരു 10-12 മിനിറ്റ് അധികം എടുത്തു. നമ്മൾ 10:30 തന്നെ തുടങ്ങിയതുകൊണ്ടാണ്. ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് അസ്വസ്ഥത ഒന്നും ആർക്കും ഇല്ലാതെ തോന്നി. പിന്നെ സ്ത്രീകളൊക്കെ കുറച്ചുകൂടി കേൾക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലാണെന്ന് തോന്നി. അതുകൊണ്ടാണ് കുറച്ചു നേരം എടുത്ത് സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെങ്ങനെ ഏറ്റുവാങ്ങി അവരെ ജീവിതത്തിലേക്ക് എടുത്തുയർത്തിയ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന വല്ലാത്ത ആഹ്ലാദം. ഉമറിന്റെ ഉപ്പ പ്രവാസിയാണ്. പ്രവാസത്തിന് ചില പേരുകളുണ്ട്. ആ പേരുകൾപ്പെട്ടതാണ് ഇതൊക്കെ. ഒരു വിചാരിച്ച സമയത്ത് എത്തുക, പങ്കെടുക്കുക, രണ്ട് സമയത്തും എത്താൻ കഴിയാതിരിക്കുക ഒക്കെ. അദ്ദേഹത്തിന്റെ നിറമുള്ള പ്രാർത്ഥന അവിടെ ഉണ്ടാകുന്നു. അദ്ദേഹത്തിന് എത്രയുണ്ടെന്ന് നാട്ടിലെത്താനും കുടുംബത്തോടൊപ്പം സന്തോഷപൂർവ്വം സാമ്പത്തികമൊക്കെ ക്രമീകരിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 2 കുടുംബത്തിലെ ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. ചിലർക്കൊക്കെ ഒരു വ്യത്യസ്തമായ വിവാഹമായിരിക്കും. എല്ലാവരും
വളരെ ആഴത്തിൽ വിഷയങ്ങളെ പഠിക്കുക, ശരിയായി സമീപിക്കുക. സൂറത്തുൽ ഫാത്തിഹന്റെ അർത്ഥം പോലും അറിയാത്ത ജീവിതം കൊണ്ട് എന്ത് കിട്ടാനാണ് സഹോദരന്മാരെ? ഒരു ദിവസം മരിക്കും, തികച്ചും അപ്രതീക്ഷിതമായി മരണം വരും. മരണം നമ്മളെ കൊണ്ട് പോകും. ഒരു വിവാഹത്തിന്റെ വേദിയിലും നമ്മൾ മരണത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത്, വേറൊന്നിനെ കുറിച്ചുമല്ല. നമ്മളെ ബോഡി ഇങ്ങനെ എടുക്കുമ്പോ, ആ ബോഡി കൊണ്ട് ആളുകൾ ഇങ്ങനെ പോകുമ്പോ, വീടിന്റെ ജനവാതിലിലൂടെ ഇങ്ങനെ അകലെ മറയുന്ന ആൾക്കൂട്ടത്തിന്റെ അങ്ങേ തലക്കൽ ആടി വിളയുന്ന ആ മയ്യത്ത് കൊണ്ടിങ്ങനെ നിരീക്ഷിക്കുമ്പോ ബോധം കെട്ട് നിലവിളിക്കുന്ന ആളല്ല വീട്ടിൽ വേണ്ടത്. ശരിക്കും പ്രാർത്ഥിച്ച് യാത്രയാക്കുന്ന ഭാര്യയെ മക്കളെയാണ് വേണ്ടത്. പ്രാർത്ഥിക്കുന്നവര് അതിന് ദീനിയായ വളർച്ച വീട്ടിലുണ്ടാകണം. അതിനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ഫി ഫലസ്തീൻ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ഫി ഫലസ്തീൻ യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ അൻസുറുൽ മുജാഹിദീന ഫി ഗസ്സ യാ റബ്ബൽ ആലമീൻ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലൈഹി